ഗസയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ആശങ്കയ്ക്കിടെ ഇസ്രായേലും ഈജിപ്തിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. US പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഹമാസ് നേതാക്കൾ കെയ്റോയിലും എത്തിയിട്ടുണ്ട്. ചർച്ച തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഗസയിലെ ഭരണത്തിനുള്ള താൽക്കാലിക ടെക്നോക്രാറ്റിക് ഭരണസമിതിയെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 40 പേരടങ്ങിയ പട്ടിക ഹമാസിന് മധ്യസ്ഥ രാജ്യങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 15 പേരെ തെരഞ്ഞെടുക്കുകയാണ് ലക്ഷ്യം. 11 ദിനങ്ങൾക്കിടെ ഇസ്രായേൽ 80 വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് നടത്തിയത്. റഫ അതിർത്തി ഇസ്രായേൽ ഇപ്പോഴും തുറന്നിട്ടില്ല. MCA നാസർ ചേർന്നു. MCA യുദ്ധഭീതി അകലുന്നില്ല, വീണ്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം. 100ഓളം ആളുകളെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും കൊന്നൊടുക്കി എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിർത്തി തുറക്കാത്തത് നമുക്കറിയാം. റഫ അതിർത്തി തുറക്കുക എന്നുള്ളതായിരുന്നു, അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ ഇല്ലെങ്കിൽ പ്രതീക്ഷയോടെ കണ്ടിരുന്ന കാര്യങ്ങൾ. അതും നടക്കുന്നില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ ഗസയിലെ സ്ഥിതി എന്താണ്? തന്നെ ഈ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇന്നലെ മുതൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി മാത്രം 57 പേരെയാണ് ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നിട്ട 10 ദിവസം ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ 97 പേരുടെ മരണവും ഏതാണ്ട് 200-ലധികം പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് തങ്ങൾ എന്തുദ്ദേശിക്കുന്നു അതേ വംശഹത്യ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ആ ഒരു മറപറ്റിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇസ്രായേലിൻ്റെ സമീപനമാണ് ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കരാർ ഇതോടുകൂടി തകരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഒരു താൻ മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതി പിന്നെ അത് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന ട്രംപിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് തിരക്കിട്ട് തന്നെ ചില നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോൾ അമേരിക്ക നേരിട്ട് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായിട്ടുള്ള ജറദ് കുഷ്നർ എന്നിവർ ഇസ്രായേലിലെത്തി നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് ചർച്ച നടത്തിയിരിക്കുന്നത്. അവർ ഇസ്രായേലിൽ തന്നെ തങ്ങുകയാണ്. ഇസ്രായേൽ നേതൃത്വത്തോട് ഈ 2 പേരും അമേരിക്കയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഈ ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തരുത്. കാരണം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരാറുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഗസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിന് വിഘ്നം വരുത്തുന്ന ഒരു സമീപനം ഉണ്ടാകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ നേതൃത്വം അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പോഴും തടയുന്നതും ആക്രമണം തുടരുന്നതും എന്നുള്ളത് അറിയാം. ഒപ്പം തന്നെ ഹമാസ് നേതാക്കൾ കെയ്റോയിൽ എത്തിയിട്ടുണ്ട് ചർച്ചയ്ക്ക്. നമുക്കറിയാം, ഗസയിലെ ഭരണത്തിനുള്ള ഒരു താൽക്കാലിക ടെക്നോക്രാറ്റിക് ഭരണസമിതി, അതാണ് അവിടെ പ്രധാനമായും ചർച്ച നടക്കുന്നത്. മാത്രമല്ല, 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ അത് ഹമാസിനെ ഇല്ലാതാക്കുക, ഹമാസിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി നിർത്തലാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ആ ഘട്ടത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കെയ്റോയിലെ ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘവും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ 40 അംഗ ഒരു പ്രതിനിധി സംഘത്തിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഹമാസിന് മുമ്പാകെ മധ്യസ്ഥ രാജ്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 15 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ടെക്നോക്രാറ്റുകളാണ്, എല്ലാവരും ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ കൂടിയാണ്. അതിൽ നിന്ന് 15 പേരെ ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ചാൽ അത് ഇസ്രായേലിന് കൂടി സ്വീകാര്യമാണെങ്കിൽ അത്തരമൊരു അവരുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണ സംവിധാനം ഗസയിൽ രൂപപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം, വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സുരക്ഷാ സേന എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും ഇപ്പോൾ ഹമാസുമായിട്ട് ചർച്ച നടത്തുന്നത്. ഇതിൽ ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇതിൽ ഈ ഫലസ്തീനികളല്ലാത്ത ഒരു പ്രതിനിധിയെയും തങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു വൈദേശികമായിട്ടുള്ള സാന്നിധ്യത്തെ തങ്ങൾ ഒരു നിലക്കും പൊറപ്പിക്കുകയില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഹമാസിന്റെ തീരുമാനം എന്നത് വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് ഇസ്രായേലിന് കൂടി സ്വീകാര്യമാകേണ്ടതുണ്ട്. ധന്യ. ശരി, MCA നന്ദി. ഗസയിലെ സാഹചര്യം ചർച്ച ചെയ്ത് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനും സുരക്ഷ സ്ഥാപിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ചർച്ചയായി. പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കണമെന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും ഉടൻ പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉഭയകക്ഷി ചർച്ചകൾക്കായി തുർക്കി പ്രസിഡന്റ് റജബ് ഉർദുഗാൻ ഖത്തറിലേക്ക് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഉർദുഗാൻ ദോഹയിലെത്തുക. ഖത്തർ രാഷ്ട്ര നേതാക്കളുമായി ഉർദുഗാൻ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും.
ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ പ്രസവ അവധി 70 ദിവസമാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പാർലമെന്റിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ ഈ വാർത്തകളെല്ലാം തള്ളുകയാണ് ബഹ്റൈന്റെ ഗവൺമെന്റ്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഷഫി ഷാജഹാൻ ചേരുന്നു. ധന്യ, ബഹ്റൈനിൽ നിലവിൽ ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി 60 ദിവസമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അതിന് പുറമെ 15 ദിവസം കൂടി ശമ്പളമില്ലാതെ ആ അവധി നീട്ടാനുള്ള അവസരം കൂടിയുണ്ട്. ഇതിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹ്റൈൻ പാർലമെന്റിൽ എംപിമാർ നിർദ്ദേശം അവതരിപ്പിച്ചത്. അതിലവർ പറയുന്നത് ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി 60 ദിവസത്തിൽ നിന്ന് അത് 70 ദിവസമാക്കി വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ 15 ദിവസം അധിക അവധി, അതായത് ശമ്പളം ഇല്ലാതെ എടുക്കാൻ സാധിക്കുന്ന അവധി അതുപോലെ നിലനിർത്തണമെന്നുമാണ്. എന്നാൽ അതിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ബഹ്റൈൻ ഗവൺമെന്റ് ആ നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ്. അതിൽ അവർ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ആദ്യത്തേത് ഇത് ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയുടെയും സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുമെന്നാണ്. കാരണം പൊതുമേഖലയിലും നിലവിൽ 60 ദിവസമാണ് ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി. ഇത് സ്വകാര്യ മേഖലയിൽ അത് 70 ദിവസമാക്കി മാറ്റുമ്പോൾ സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് ആദ്യത്തെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്തേത് ആരോഗ്യരംഗത്തെയും സാമ്പത്തിക രംഗത്തെയും വിദഗ്ധരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ബഹ്റൈൻ ഗവൺമെന്റ് ഈ നിർദ്ദേശത്തെ തള്ളുന്നത്. ഇതിൽ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ബഹ്റൈൻ ഗവൺമെന്റ് ചൂണ്ടിക്കാട്ടുന്നത്. അത് സ്വകാര്യ രംഗത്ത്, അതായത് ഈ നിയമം നടപ്പിലാക്കുമ്പോൾ, അതായത് ബഹ്റൈനിലെ പ്രസവാവധി ശമ്പളത്തോടു കൂടിയുള്ള പ്രസവാവധി 60 നിന്ന് 70 ദിവസമാക്കി മാറ്റുമ്പോൾ അത് സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് സ്വകാര്യ മേഖലയിൽ, അതായത് സ്വകാര്യ രംഗത്തെ ബിസിനസ് സംരംഭങ്ങളുടെ അതിൻ്റെ നടത്തിപ്പിനെ അത് ബാധിക്കും. അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത ഇത് കൊണ്ടുവരും. 70 ദിവസത്തെ അവധി അവർക്ക് വനിതകൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായി അധിക ബാധ്യത അവർക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് സ്ത്രീകൾക്ക്, അതായത് വനിതകൾക്ക് ജോലി കൊടുക്കുന്നതിൽ സ്വകാര്യ ബിസിനസ് മേഖല വിമുഖത കാട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ബഹ്റൈൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരാകും. അങ്ങനെ ഇത്തരം പ്രാക്ടിക്കലി ഉള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ബഹ്റൈൻ ഗവൺമെന്റ് ഈ നിർദ്ദേശത്തെ തള്ളുന്നത്. യെസ്, അതാണ് ഷഫി പറഞ്ഞതുപോലെ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് ഗവൺമെന്റ്. ഷഫി ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വർഷത്തെ സൗദിയുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ 21 ലോക നേതാക്കൾ പങ്കെടുക്കും. ആഗോളതലത്തിലെ സാമ്പത്തിക സാമൂഹ്യ രംഗത്തെ വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ചയാകുന്ന സമ്മേളനത്തിൽ 8000-ലേറെ ബിസിനസ്സുകാരാണ് പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്ന് ഇത്തവണ കൂടുതൽ മാധ്യമങ്ങൾക്കും അവസരം ലഭിക്കുന്ന സമ്മേളനത്തിൽ മീഡിയ വൺ മാധ്യമ പങ്കാളിയാണ്. സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, എങ്ങനെയൊക്കെയാണ് ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇത്തവണ കൂടുതൽ മാധ്യമങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? സൗദി അറേബ്യയുടെ പ്രീമിയം ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് ആയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ 9ാം എഡിഷനാണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസം തുടക്കമാകുന്നത്. 4 ദിവസമായിട്ടാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അത് ഈ മാസം 27-ന് ആരംഭിച്ച് 30-ാം തീയതി വരെ നീണ്ടു നിൽക്കും. അതിൽ 27-ാം തീയതി വൈകുന്നേരമാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന് തുടക്കമാവുക. അന്നേ ദിവസം ലോകത്തെ സാമ്പത്തിക വിദഗ്ധരും മന്ത്രിമാരും ലോക നേതാക്കളും എല്ലാം തന്നെ ഒന്നിച്ചിരിക്കും. അന്ന് പൊതുജനത്തിന് പ്രത്യേകമായ പരിപാടികളില്ല. എന്നാൽ 28-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംരംഭകരും മന്ത്രിമാരും ലോക നേതാക്കളുമെല്ലാം ഭാഗമാകും. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൗദിയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഏക പ്രധാനപ്പെട്ട കോൺഫറൻസ് കൂടിയാണിത്. എന്ന് മാത്രമല്ല, സൗദി കിരീടാവകാശിയുടെയും രാജാവിന്റെയും മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു പ്രീമിയം ബിസിനസ് കോൺക്ലേവ് കൂടിയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാകാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതിന്റെ മേലധികാരിയായ റിച്ചാർഡ് അറ്റിയാസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 40-ലധികം മന്ത്രിമാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ ഉച്ചകോടിയിലേക്ക് എത്തിച്ചേരും. ഉച്ചകോടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ മാധ്യമ സാന്നിധ്യം ഇത്തവണ കൂടുതലായി ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തന്നെ മീഡിയ വൺ ഇത്തവണയും തുടർച്ചയായി 3-ാം തവണയും മാധ്യമ പങ്കാളിയായി സൗദിയുടെ ഈ പ്രീമിയം ബിസിനസ് കോൺക്ലേവിൽ മാധ്യമ പങ്കാളിയായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കുള്ള സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിൽ ദേശീയ ചാനൽ ഉൾപ്പെടെയുള്ള ഒരു ദേശീയ ചാനൽ കൂടി ഇത്തവണയും
മാധ്യമ പങ്കാളിയെ എത്തും. ഇതിന് പുറമെ വിവിധ ഇന്ത്യൻ മാധ്യമങ്ങളെയും ഈ കോൺക്ലേവിലേക്ക് മന്ത്രാലയം ഇത്തവണ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളി സാന്നിധ്യവും ഒപ്പം തന്നെ ഇന്ത്യൻ മാധ്യമ സാന്നിധ്യവും നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സാധ്യതകളും ഒപ്പം തന്നെ അവസരങ്ങളും തേടുന്നതായിരിക്കും ഈ തവണത്തെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളും ഒപ്പം തന്നെ സാധ്യതകളും എല്ലാം തന്നെ ആലോചിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതിനകം തന്നെ സൗദി അറേബ്യയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ശരി, അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒമാനിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഈ മാസം 24, 25 തീയതികളിലായാണ് മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. 26 വർഷത്തിന് ശേഷമാണ് കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്. 3 ദിവസമായി മസ്കത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ 24 നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഇതിന്റെ ഭാഗമായി ഒമാനിലെ പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആലോചനാ യോഗം കഴിഞ്ഞ ദിവസം മസ്കത്തിലെ റൂവിയിൽ നടന്നിരുന്നു. ICF സംഘടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് മുഖ്യമന്ത്രിയുടെ സന്ദർശന പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. ഒമാൻ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കുന്ന അമിറാത്ത് ഗ്രൗണ്ടിലെ സ്റ്റേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്റ്റാളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നല്ല തോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള സംവാദത്തിന് ഇവിടുത്തെ ഒമാനിലെ കേരളീയ സമൂഹം തീർത്തും തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളത്. 26 വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഒമാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഒക്ടോബർ 25-ന് സലാലിലെ ഇത്തിഹാദ് ക്ലബ് മൈതാനിൽ നടക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ച വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ ടൂറിസം, സാംസ്കാരിക, കലാ, വിനോദ പരിപാടികൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നു. ലൈസൻസ് നൽകുന്നതിനുള്ള ഏക അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി വിസിറ്റ് കുവൈറ്റ് പ്രവർത്തിക്കുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുതൈരി അറിയിച്ചു. കുവൈറ്റ് വിഷൻ 2035-ന്റെ ഭാഗമായി സാംസ്കാരികവും ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയുടെയും വളർച്ചയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും പിന്തുണ നൽകുന്ന തന്ത്രപരമായ പദ്ധതിയാണിത്. വിസ സംവിധാനങ്ങളുമായി വിസിറ്റ് കുവൈറ്റ് സംയോജിപ്പിക്കുമെന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി സന്ദർശക വിസ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAE-യിൽ ലഹരി പാനീയങ്ങൾ, നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് മീഡിയ കൗൺസിൽ. ലഹരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളുടെ ഓഫറുകൾ ലഭിക്കുന്നുവെന്ന ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കൗൺസിലിന്റെ കർശന നിർദ്ദേശം. നേരിട്ടല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നതും മറ്റ് അക്കൗണ്ടുകളിൽ പ്രസിദ്ധീകരിച്ചവ റീഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. റിക്രൂട്ട്മെന്റ് മേഖലയിൽ നിയമലംഘനം നടത്തിയ 37 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് സൗദി അറേബ്യ. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകളാണ് പുറത്തുവന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ഈ വർഷം 3-ാം പാദത്തിലെ കണക്കുകളാണ് പുറത്തുവന്നത്. റിക്രൂട്ട്മെന്റ് മേഖലയിൽ മാത്രം വിവിധ നിയമലംഘനങ്ങൾക്ക് നടപടിയെടുത്തത് 37 സ്ഥാപനങ്ങൾക്കെതിരെയാണ്. നിയമലംഘനം കണ്ടെത്തിയ 27 സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്തു. 10 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തലാക്കി. തൊഴിൽ സേവന വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുക, ഉപഭോക്താക്കൾക്ക് തിരികെ നൽകേണ്ട തുക തിരിച്ചു നൽകുന്നതിൽ താമസം വരുത്തുക, തൊഴിലാളികളുടെയും ഉപഭോക്താക്കളുടെയും പരാതികൾ പരിഹരിക്കാൻ തയ്യാറാകാതിരിക്കുക തുടങ്ങിയവയാണ് പ്രധാന ലംഘനങ്ങൾ. തൊഴിൽ മാർക്കറ്റിലെ വിശ്വാസ്യതയും സേവന നിലവാരവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നശീകരണം തടയാൻ കുവൈറ്റിലെ പാർക്കുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നു. സന്ദർശകരുടെ പ്രവർത്തനം നിരീക്ഷിക്കുക, അനുചിത പെരുമാറ്റം തടയുക, പൊതുസ്വത്തിന് കേടുപാടുകൾ വരുന്നത് തടയുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മാലിന്യം തള്ളൽ, വസ്തുക്കൾ നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളെ തുടർന്നാണ് ക്യാമറ സ്ഥാപിക്കുന്നത്. ഷുബൈഖ് ബീച്ചിലെ പൈലറ്റ് പദ്ധതി വിജയകരമായതിനാലാണ് അധികൃതർ ഈ പദ്ധതിയിലേക്ക് കടന്നത്. UAE-യിലും വിവിധ വെബ്സൈറ്റ് സേവനം തടസ്സപ്പെട്ടു. ആമസോൺ, കോം, റോബ്ലോക്സ്, സ്നാപ്ചാറ്റ്, ഫോർട്ട്നൈറ്റ് തുടങ്ങിയവയുടെ സേവനമാണ് തടസ്സപ്പെട്ടത്. US ഈസ്റ്റ് 1 മേഖലയിലെ ഒന്നിലധികം സേവനങ്ങളിലെ പ്രശ്നങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിലെ ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന മീഡിയ 1 സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ട്രോഫി ലോഞ്ചിങ്ങും ഫിക്സ്ചർ പ്രകാശനവും നടന്നു. ഈ മാസം 23-നാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. 8 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം ഒളിമ്പിക് വില്ലേജിലാണ്.
സൗദിയിലെ 6 പ്രധാന നഗരങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മീഡിയ വൺ സൂപ്പർ കപ്പ് ജിദ്ദയിലെത്തുന്നത്. കാഫ് ലോജിസ്റ്റിക്സ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ അനീസ് മന്നത്തൻ, മീഡിയ വൺ സൗദി ഓപ്പറേഷൻസ് മാനേജർ റാഷിദ് CH എന്നിവർ ചേർന്നാണ് ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനം ചെയ്തത്. JNH ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ BP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിലെ മത്സരക്രമങ്ങളുടെ നറുക്കെടുപ്പ് പ്രായോജകരായ പ്രതിനിധികൾ നിർവഹിച്ചു. സൗദിയിൽ ഏഷ്യ കപ്പ്, വേൾഡ് കപ്പ് തുടങ്ങിയ നിരവധി ഇവൻറ്റുകൾ വരാനിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മീഡിയ വൺ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ഭാഗമായിട്ട് ജിദ്ദയിൽ സൂപ്പർ കപ്പിന് വേദിയാവുകയാണ്. ഈ സൂപ്പർ കപ്പ് 2025 ഞങ്ങൾക്ക് കാഫിന് ഒരു ഭാഗമാവാൻ സാധിച്ചാൽ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും മീഡിയ വൺ ടൂനും കാഫിൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. കാഫ് ലോജിസ്റ്റിക്സ് ടൈറ്റിൽ സ്പോൺസറായ ടൂർണമെന്റിൽ ജയ് മസാല, HMR, EFS ലോജിസ്റ്റിക്സ്, ഐവ ഫുഡ്സ് തുടങ്ങി വിവിധ കമ്പനികൾ പ്രായോജകരാണ്. ജിദ്ദയിൽ നടക്കുന്ന മീഡിയ വൺ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ നമ്മുടെ ഐവ ഫുഡ്സും ഭാഗമാവുകയാണ്. ചെറുപ്പം മുതലേ ഞാനൊരു ഫുട്ബോൾ ആരാധകനാണ്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒക്ടോബർ 23 മുതൽ തുടങ്ങുന്ന മത്സരങ്ങൾ ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ബഷീർ ചുള്ളിയൻ, കൺവീനർ അബ്ഷീർ, രക്ഷാധികാരികളായ നജ്മുദ്ദീൻ അമ്പലങ്ങാടൻ, ഫസൽ കൊച്ചി എന്നിവർ സംസാരിച്ചു. മീഡിയ വൺ ജിദ്ദ. ഒമാനിലെ രാത്രിയിലെ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ ടൂർണമെന്റുകൾ സജീവമായി തുടങ്ങി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുലരുവോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റുകൾക്കാണ് തുടക്കമായത്. നാട്ടിൽ നിന്ന് കളിക്കാരെയും സെലിബ്രിറ്റികളെയും എത്തിച്ചാണ് ടൂർണമെന്റുകൾ കൊഴുപ്പിക്കുന്നത്. ഒമാനിലെ രാത്രിയിലെ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ ടർഫുകളും ഗ്രൗണ്ടുകളും വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകൾക്കാണ് വിസിൽ മുഴങ്ങിയത്. ഇനിയുള്ള മാസങ്ങൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ സമയമാണ്. വ്യാഴാഴ്ചകളിൽ രാത്രി ആരംഭിക്കുന്ന മത്സരങ്ങൾ പുലരുവോളം നീണ്ടു നിൽക്കും. ടൂർണമെന്റിന് കൊഴുപ്പേകാൻ നാട്ടിൽ നിന്ന് താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒമാനിലെത്തിക്കും. പ്രവാസികളാണ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഫുട്ബോൾ പ്രത്യേകിച്ച് ഫുട്ബോളിനോടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കുറേ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മൾ റിയാദിൽ പോയപ്പോൾ അവിടെ വലിയൊരു സോക്കർ മേള ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനലൊക്കെ കാണാനായിട്ട് ഏകദേശം ഒരു 6,000-7,000 ആളുകൾ വന്നൊരു കാഴ്ച കണ്ടു. ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിനേക്കാൾ കേട്ടോ, നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റാണ് ഭയങ്കര ആവേശകരമെങ്കിൽ ഇവിടെ ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. വെറും കായിക മത്സരങ്ങൾ മാത്രമല്ല, കുടുംബങ്ങൾക്ക് ഒത്തുകൂടാനുള്ള വേദി കൂടിയാക്കി മാറ്റുകയാണ് ഇവിടം സംഘാടകർ. പാട്ടും നൃത്തവും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വിവിധ മത്സരങ്ങളും ഒക്കെയായി ആഘോഷിക്കാനുള്ളതെല്ലാം സംഘാടകർ ഒരുക്കും. രാത്രി മുഴുവൻ ഫുട്ബോളും പാട്ടും ഫുഡും ആസ്വദിച്ച് കുടുംബങ്ങൾ മൈതാനങ്ങളിൽ ചെലവഴിക്കും. മീഡിയ വൺ, മസ്കത്ത്. ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള 11 തൊഴിലാളികളാണ് റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ വഞ്ചനയെ തുടർന്ന് സുൽത്താനേറ്റിൽ കുടുങ്ങിയത്. വേതനം നൽകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളുമായി തൊഴിലാളികളുടെ സംഘം ഉദ്യോഗസ്ഥരെ സമീപിച്ചതായി എംബസി അറിയിച്ചു. കുവൈത്തിൽ ഏഷ്യൻ പ്രവാസിയെ കൊള്ളയടിച്ചതിന് പ്രതിരോധ മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2 പേർ തന്നെ ആക്രമിച്ച് സാധനങ്ങൾ കവർന്നതായി പ്രവാസി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിനിടെ പ്രതികളിൽ നിന്ന് മയക്കുമരുന്ന് വസ്തുക്കളും പിടിച്ചെടുത്തതായി മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിലെ സാൽമി വാഹന ലേല മാർക്കറ്റ് പദ്ധതി വീണ്ടും പുനരാരംഭിച്ചു. സർക്കാർ ഓഫീസുകൾക്കൊപ്പം പുതിയതും ഉപയോഗിച്ചതുമായ കാറുകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ വാഹന ഹബ്ബായിരിക്കും സാൽമി മാർക്കറ്റ്. മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ മിഷാരി, പങ്കാളിത്ത അതോറിറ്റി പ്രതിനിധികൾ, കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ ഏകോപന യോഗം നടന്നു. സാൽമി റോഡിൽ 5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. UAEയിൽ തട്ടിക്കൊണ്ടുപോയ ശേഷം നഗ്ന ദൃശ്യം പകർത്തി പണം തട്ടാൻ ശ്രമിച്ച സംഘം പിടിയിൽ.
പബ്ലിക് പ്രോസിക്യൂഷന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മൈ സേഫ് സൊസൈറ്റി വഴി സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് 9 അംഗ സംഘം വിചാരണ നേരിടുന്നത്. പ്രതികൾ ഇരയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും കൈകൾ കെട്ടി ഒരാഴ്ച തടങ്കലിൽ വെക്കുകയും ചെയ്തു. കടപ്പത്രങ്ങളിൽ നിർബന്ധിച്ച് ഒപ്പിടിച്ചു. UAE കോടതിയിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. രാജ്യത്തുടനീളമുള്ള 591 തെരുവുകളുടെ റോഡുകളുടെയും പേരുകൾ റദ്ദാക്കി സംഖ്യാപരമായ നമ്പറുകളാക്കി മാറ്റാനായുള്ള കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചു. 66 പ്രധാന തെരുവുകളുടെയും പേരുകൾ നിലനിർത്താനും 3 തെരുവുകളുടെ പേരുകൾ അറബ് നഗരങ്ങളുടെയോ തലസ്ഥാനങ്ങളുടെയോ പേരുകളാക്കി മാറ്റാനും തീരുമാനിച്ചു. തെരുവുകൾക്കും റോഡുകൾക്കും ഭരണാധികാരികൾ, സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കൾ, ചരിത്ര പ്രസിദ്ധർ തുടങ്ങിയവരുടെ പേരുകൾ മാത്രമേ നൽകാവൂ എന്ന് കൗൺസിൽ വ്യക്തമാക്കി. ഹിജ്റയുടെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മസ്കറ്റിൽ നടന്ന ഹിജ്റ എക്സ്പെഡിഷൻ ശ്രദ്ധേയമായി. അറേബ്യൻ പണ്ഡിത ഗവേഷകരോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി നടത്തിയ പഠന സഞ്ചാരത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ബൗഷർ ഹാളിൽ സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 8 രാത്രി ആ രാവ് ഇരുട്ടി വെളുക്കും മുമ്പേ കഅബാലയത്തിന്റെ പൂമുഖത്ത് നിന്ന് 2 പേർ മണൽപ്പരപ്പിലൂടെ നടത്തം തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഹിജ്റയുടെ ചരിത്രത്തിലേക്ക് മിഴി തുറക്കുന്നതായിരുന്നു ഹിജ്റ എക്സ്പെഡിഷൻ. ഹിജ്റയുടെ 43 ലാൻഡ്മാർക്കുകൾ അടയാളപ്പെടുത്തി അത് ദൃശ്യാവിഷ്കരിക്കുകയായിരുന്നു. അറേബ്യൻ പണ്ഡിത ഗവേഷകരോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയാണ് ഹിജ്റ അന്വേഷണ പഠന സഞ്ചാരം നടത്തിയത്. ഓരോ ലാൻഡ്മാർക്കുകളിലെയും ചരിത്ര സംഭവങ്ങളെയും യാത്രയിലുടനീളം അനുഭവിച്ച ത്യാഗങ്ങളും വിവരിച്ചു. 447 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം അഥവാ ഹിജ്റ നിർവഹിച്ച വഴിയിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരം ഹിജ്റ എക്സ്പെഡിഷൻ ICF ഒമാൻ റീജിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ സംഘാടനത്തിലും സാന്നിധ്യത്തിലും ഒക്കെ വളരെ മനോഹരമായ പ്രോഗ്രാമിലാണ് സംബന്ധിക്കാനായത്. നമ്മൾ ഹിജ്റ എക്സ്പെഡിഷൻ്റെ 19ാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ബൗഷർ ഒമാൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് കാണാനാവും വിധം വലിയ സ്ക്രീനുകളിലായിരുന്നു പ്രദർശനം. ICF മസ്കത്ത് റീജിയണൽ പ്രസിഡന്റ് സാക്കിബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കുറ്റൂർ അബ്ദുറഹിമാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഷഫീഖ് ബുഖാരി, നിസാർ സഖാഫി, മുസ്തഫ കാമിൽ സഖാഫി, അബ്ദുൽ ഹമീദ് ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 മസ്കത്ത്. സ്ത്രീയുടെ ഫോട്ടോ അവരുടെ സമ്മതമില്ലാതെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തയാൾ 20,000 ദിർഹം നഷ്ടപരിഹാരം നൽകണമെന്ന് അബുദാബി കോടതിയുടെ വിധി. സ്വകാര്യതാ ലംഘനം സ്ത്രീക്ക് ധാർമ്മികവും മാനസികവുമായ ദോഷം വരുത്തിയെന്ന് സിവിൽ കോടതി നിരീക്ഷിച്ചു. മറ്റുള്ളവരുടെ ഫോട്ടോകളോ വീഡിയോകളോ സമ്മതമില്ലാതെ പ്രസിദ്ധീകരിക്കുന്നത് ശിക്ഷയ്ക്കും സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് വിധി. സൈബർ കുറ്റകൃത്യങ്ങളിൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിച്ചേക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കോർണിഷ് സ്ട്രീറ്റിലെ 3ാം ഘട്ട നവീകരണം പൂർത്തിയാക്കി ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. ഗ്രാൻഡ് ഹമദ് ഇന്റർസെക്ഷൻ മുതൽ നാഷണൽ തിയേറ്റർ ഇന്റർചേഞ്ച് വരെയുള്ള ഭാഗമാണ് നവീകരിച്ചത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വാരാന്ത്യത്തിൽ ഞായറാഴ്ച പുലർച്ചെ 5 മണിവരെ ഈ ഭാഗം പൂർണ്ണമായി അഷ്ഗാൽ അടച്ചിരുന്നു. പ്രവൃത്തിയുടെ ഭാഗമായി റോഡിലെ മേൽപ്പാളി നീക്കി നവീകരിക്കുകയും മാർക്കിങ്ങുകളും ലൈനുകളും പുതുക്കി വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ലണ്ടനിൽ മാജിക് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളിൽ മാജിക് വർക്ക്ഷോപ്പ് ആത്മവിശ്വാസം, പ്രചോദനം എന്നിവ വളർത്തുന്നതിൽ പങ്കുവച്ചു. 20-ലധികം സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഷാൻ പ്രോപ്പർട്ടീസ് ചെയർമാൻ ഷാൻ, ടീച്ചർമാരായ ഷൈനി ബെയിൻ, നിഷ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. What I'm doing here, I'm just taking this card, the middle card over here, and the 2 cards are here. സൗദിയുടെ സ്വപ്ന പദ്ധതിയായ റിയാദിലെ ഖിദിയ പദ്ധതി പ്രദേശത്തോട് ചേർന്ന തുവൈക്കിൽ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. സൗദിയിൽ 100 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ലുലുവിന്റെ 71ാമത്തെ സ്റ്റോറാണിത്.
കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ സൗദിയിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി പറഞ്ഞു. തുവൈക്കിലൊരുക്കിയ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് സൗദി നിക്ഷേപ മന്ത്രാലയം അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മുഹമ്മദ് അൽ അഹംരിയാണ് ഉദ്ഘാടനം ചെയ്തത്. റിയാദ് ചേംബർ ബോർഡ് അംഗം തുർക്കി അൽ അജ്ലാൻ, സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, UAE അംബാസഡർ മത്തർ സലീം അൽ ദഹൈരി, ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ഇത് കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ടോട്ടൽ 263 GCCയിൽ ഇന്ന് തികയുകയാണ്. ടോട്ടൽ സൗദി അറേബ്യയിൽ അറാംകോ കൂടാതെ 71ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. ഈ സെൻട്രൽ റീജിയനിൽ 14ാമത്തേതാണ്. ഈ തുവൈക്ക് റിയാദ് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ന്യൂ എക്സ്റ്റെൻഡഡ് റിയാദാണിത്. അതുകൂടാതെ ഞങ്ങൾ പറഞ്ഞിരുന്ന മാതിരി 2030 വിഷനിൽ ഞങ്ങൾ 100 ഷോപ്സ് തയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. 65,000 സ്ക്വയർ ഫീറ്റിലുള്ള തുവൈക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. ഗ്രൂപ്പിന്റെ സൗദിയിലെ കുതിപ്പ് തുടരും. 6 പ്രൊജക്ട് വെസ്റ്റേൺ പ്രൊവിൻസിലുണ്ട്. അസീസിയ, ഒബൂർ, അബ, ജിസാൻ. മദീനയിൽ 2 പ്രൊജക്ട് ഉണ്ട്. റിയാദ് റീജിയനിൽ തന്നെ 7 പ്രൊജക്ട് ഉണ്ട്. ദമ്മാം റീജിയനിൽ 2 പ്രൊജക്ട് ഉണ്ട്. ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ്. ജനങ്ങൾ ഞങ്ങളിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾ ഓരോ പുതിയ എക്സ്റ്റെൻഡഡ് റീജിയനിലേക്ക് പോയി തുറക്കുകയാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ പലതും ലഘൂകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല നിയമങ്ങളും എടുത്ത് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെയും മറ്റ് ബിസിനസ്സിനെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അതിനും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. സൗദി ഉൽപ്പന്നങ്ങൾ കൂടുതലായി ജനങ്ങളിൽ എത്തിക്കണമെന്ന ഭരണകൂട നിർദ്ദേശം ചലഞ്ചായി ഏറ്റെടുത്തതായും അദ്ദേഹം പറഞ്ഞു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മീഡിയ 1 റിയാദ്. അജ്മാൻ കോസ്മോപൊളിറ്റൻ സ്കൂളിലെ ആമിന ഒരതിശയമാണ്. കാലുകൊണ്ട് എഴുതാൻ തുടങ്ങിയ ഈ കൊച്ചുമിടുക്കിയുടെ കവിതകളും ചിത്രങ്ങളും ആരുടെയും മനസ്സ് കീഴടക്കും. പഠിച്ച IAS-കാരിയാകാനാണ് ആമിനയുടെ ആഗ്രഹം. ആമിന ആദ്യാക്ഷരം കുറിച്ചത് കാലുകൊണ്ടാണ്. ഇന്ന് കൈകൊണ്ടും കാലുകൊണ്ടും മനോഹരമായ ചിത്രങ്ങളും കവിതകളും കുറിക്കുകയാണ് അജ്മാനിലെ ഈ 8ാം ക്ലാസ്സുകാർ. പ്രാണൻ വെടിയുന്ന നോവിനൊടുവിലും എന്നെ നോക്കി ചിരിച്ചെന്നമ്മ. അമ്മിഞ്ഞ പാലിൽ മാധുര്യം ഞാൻ നുകർന്നപ്പോൾ മാതൃത്വത്തിൽ തീ ജ്വാലയായി ജ്വലിച്ചു നിന്നു. ഏറെ രാത്രികളിൽ മിഴിയടയ്ക്കാതെ എനിക്ക് കാവലായി. കവിതയാണോ പടങ്ങളാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫീലിങ്സ് നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യാം. എനിക്കായി ജീവിതം ഒഴിഞ്ഞൊരമ്മ. പേടിയില്ല എനിക്കൊരു ഉരുട്ടിനെയും. ഞാൻ 2ാം ക്ലാസ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 6th തൊട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ് നാട്ടിൽ? കേരളം, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ. വരയ്ക്കാൻ എവിടെന്നെങ്കിലും പഠിച്ചിരുന്നോ? ഇല്ല, വീട്ടിൽ അമ്മമ്മ എല്ലാവരും സഹായിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അമ്മയും അമ്മമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അമ്മയുടെ പേര് സുമയ്യ എന്നാണ്. പിന്നെ അമ്മമ്മയുടെ പേര് സീനത്ത് എന്നും അച്ഛൻ്റെ പേര് മുസമ്മിൽ എന്നും. ഒരു അനിയത്തിയുണ്ട്, 3rd പഠിക്കണം. അവളുടെ പേര് ഫാത്തിമ എന്നും. ആമിനയുടെ ഉമ്മ സുമയ്യ ഇതേ സ്കൂളിലെ അധ്യാപികയാണ്. എന്നു മുതലാണ് ഒരു ടാലന്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഇവളൊരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ കാലുകൊണ്ടെല്ലാം എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജന്മന ഓരോരുത്തർക്ക് കിട്ടുന്ന കഴിവ് പോലെ കാലുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 3ാം ക്ലാസ് വരെയും ആള് കാലുകൊണ്ടാണ് എഴുതിയിരുന്നത്. പിന്നീട് 3ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആൾ കൈകൾ രണ്ടും ഉപയോഗിച്ചിട്ട് എഴുതാൻ തുടങ്ങി. പിന്നീട് അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ആൾ കൈവച്ച് ഡ്രോയിങ്ങും കാലുവച്ചും കൈവച്ചും ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. നല്ലതുപോലെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഇവൾ ആദ്യം പഠിച്ചത് മോണ്ടിസറി ഡ്രീം പാർക്ക് മോണ്ടിസറി പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. അവിടെ ഒരുപാട് മോണ്ടിസറി പരമായിട്ടുള്ള രീതിയിലാണ് അവർ
പഠിപ്പിച്ചു വന്നിരുന്നത്. പിന്നീട് ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അജ്മാനിൽ വന്നതിന് ശേഷം കോസ്മോപൊളിറ്റൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ആൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നോർമ രാജാ രവിവർമ്മ കോമ്പറ്റീഷൻ നടത്തി, അവരുടെ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ മോൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന 25-26 തീയതിയിൽ മീഡിയ വണ്ണിൻ്റെ മബ്രൂക്ക് പ്ലസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മോൾക്കൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ആമിന നമ്മുടെ കോസ്മോപൊളിറ്റൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ്. ആമിന നന്നായിട്ട് ചിത്രം വരയ്ക്കും, അതേപോലെ പെയിൻറ്റ് ചെയ്യും, അതിലുപരി നന്നായിട്ട് കവിതകൾ എഴുതും. ഞാൻ ആമിനെ ഒബ്സർവ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഒരു ദിവസം ആമിന ക്ലാസ്സിൽ ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആമിനെ ഈ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ആമിനക്കുണ്ട്. എന്താണ് ആമിനയുടെ സ്വപ്നം? ആരാവാനാണ് ആഗ്രഹം? എനിക്ക് IAS ആവാൻ ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരുപാട് പേരിവിടെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ആയാൽ അവരെ എനിക്ക് ഇൻസ്പയർ ചെയ്യാനും പറ്റും, അവരെ എനിക്ക് ഒരുപാട് സഹായിക്കാനും പറ്റും. കലാരംഗത്തോ? അതിനും എനിക്കാകണം. ഞാനിപ്പോൾ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്യൂച്ചറിൽ എനിക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തായാലും എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അജ്മാനിൽ നിന്നും അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ. ഖത്തർ ഇന്റർനാഷണൽ ആർട്സ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചു. ഡിസംബർ 7 മുതൽ 12 വരെ ഖതാറ കൾച്ചറൽ വില്ലേജാണ് കിയ ഫെസ്റ്റിവലിന് വേദിയാവുക. മേളയുടെ 7ാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്. 70 രാജ്യങ്ങളിൽ നിന്ന് 450-ലധികം കലാകാരന്മാരാണ് ഇത്തവണത്തെ മേളയ്ക്കെത്തുന്നത്. സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇന്നൊവേഷൻ ഇൻ ആർട്ട് എന്നതാണ് ഈ വർഷത്തെ തീം. മാപ്സ് ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. അർജന്റീനയാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിലെ ശ്രദ്ധാകേന്ദ്രം. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്ന് മാത്രം 90 കലാകാരന്മാർ ആഘോഷത്തിന്റെ ഭാഗമാകും. അന്താരാഷ്ട്ര സാംസ്കാരിക സായാഹ്നം, ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പ്, ആർട്ട് കോൺഫറൻസ്, കൾച്ചറൽ നെറ്റ്വർക്കിംഗ് ഡിന്നർ, ഫാഷൻ ആർട്ട് തുടങ്ങിയവ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും. ഡിസംബർ 12-ന് പുരസ്കാര ചടങ്ങോടെ ഫെസ്റ്റിവൽ സമാപിക്കും. മേളയിലെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനായി 10,000-ലേറെ പേർ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രവേശനം സൗജന്യമാണ്. ഫിഫ അറബ് കപ്പിന്റെ വേളയിലാണ് ഇത്തവണ മേള അരങ്ങേറുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്. മീഡിയ വൺ, ദോഹ. ഖത്തർ സസ്റ്റൈനബിലിറ്റി വീക്കിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ പ്രഖ്യാപിച്ച് ഖത്തറിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ. ഇന്റർ സ്കൂൾ ഹാക്കത്തോൺ, കണ്ടൽക്കാട്, തൈനടിയിൽ ഇന്റർ സ്കൂൾ ക്വിസ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. നവംബർ 1 മുതൽ 8 വരെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെയും ഖത്തർ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ എർത്തിനെയാണ് രാജ്യത്ത് സസ്റ്റൈനബിലിറ്റി വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ അഥവാ IBPC വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. സസ്റ്റൈനബിലിറ്റി വീക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾ ലെവലിൽ വരെ നമ്മൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മളൊരു ഹാക്കത്തോൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ എർത്തിനെയുമായിട്ട് ചേർന്നിട്ട് തന്നെ ഈ കണ്ടൽക്കാടുകളും എൻവയോൺമെൻറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ്, അപ്പം മാൻഗ്രോവ് സാപ്ലിംഗ് പ്ലാന്റേഷൻ ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഖത്തറിലെ വിവിധ കമ്മ്യൂണിറ്റികളും NGO കൂട്ടായ്മകളും പരിപാടിയുടെ ഭാഗമാകും. പ്രൊഫഷണൽ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ബോഡിയാണ് IBPC. വാർത്താ സമ്മേളനത്തിൽ തഹ മുഹമ്മദ് അബ്ദുൽ കരീം, അബ്ദുൽ സത്താർ, ഹിഷാം അബ്ദുൽ റഹീം, ഡോക്ടർ മുഹമ്മദ് വാഷിദ്, ദിൽറാസ് കുന്നുമൽ എന്നിവർ പങ്കെടുത്തു. മീഡിയ വൺ, ദോഹ. ഈ മാസം 25-26 തീയതികളിൽ മീഡിയ വൺ ദുബൈയിൽ സംഘടിപ്പിക്കുന്ന മബ്രൂക്ക് പ്ലസിലെ ചെസ് ക്വിസ് മത്സരങ്ങളുടെ സമ്മാനത്തുക പ്രഖ്യാപിച്ചു. ഗ്രാൻഡ് ക്വിസ് മത്സരത്തിന് 12,000 ദിർഹവും ഗ്രാൻഡ് മാസ്റ്റർ ചെസ് മത്സരത്തിലെ ജേതാക്കൾക്ക് 6,000 ദിർഹവുമാണ് മൊത്തം സമ്മാനത്തുക. ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് ഗ്രാൻഡ് ക്വിസ് മത്സരം നടക്കുക. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ഗ്രാൻഡ് മാസ്റ്റർ ചെസ് മത്സരം നടക്കുക. മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിലെ കബ്ദിയിൽ സുരക്ഷാ പരിശോധന കൂട്ടി. താമസ തൊഴിൽ നിയമലംഘനത്തിന് 5 പേർ കസ്റ്റഡിയിൽ. 357 ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടി. ക്യാമ്പിംഗ് സീസണും റമദാനും ഒരുമിച്ച് വരുന്നതിനാൽ കുവൈറ്റിൽ കൂടുതൽ ക്യാമ്പിംഗ് സൈറ്റുകൾ അനുവദിച്ചേക്കും. തീരുമാനം ആവശ്യക്കാർ കൂടിയത്. തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ദുബായ് പോലീസ് ബീച്ച് പട്രോളിംഗ് ശക്തമാക്കി. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പൊതുജനങ്ങളെ പങ്കാളികളാക്കും.
സമൂഹമാധ്യമങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് കുവൈറ്റ്. നിക്ഷേപം, സാമ്പത്തിക സ്ഥിരത എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസ്താവന വ്യാജമെന്ന ആഭ്യന്തര മന്ത്രാലയം. പ്രവാസി വെൽഫെയർ ദമാം, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾ വ്യാഴാഴ്ച തുടങ്ങും. ട്രോഫി ലോഞ്ചിങ്ങും ഫിക്സ്ചർ റിലീസും നടന്നു. കുവൈത്തിൽ ഗൾഫ് സ്ട്രീറ്റിലെ ഇരുപാതകളും 20 ദിവസത്തേക്ക് ഭാഗികമായി അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ്. റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് നിയന്ത്രണം. ജോലി ദുരുപയോഗം ചെയ്ത 3 പാസ്പോർട്ട് ഉദ്യോഗസ്ഥർ കുവൈറ്റിൽ പിടിയിൽ. യാത്രക്കാരുടെ പ്രവേശന, പുറത്തുകടക്കൽ സംവിധാനങ്ങളിൽ കൃത്രിമത്വം കാണിച്ചതിനാണ് നടപടി. ഒമാനിലെ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കുത്തിയൊഴുക്കിയ അൽ ഖാബൂറ വാദിയിൽ വാഹനാഭ്യാസം നടത്തിയവർ അറസ്റ്റിൽ. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. പാലക്കാട് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ദുബൈയിൽ ഓണം ആഘോഷിച്ചു. കോളേജ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ ഡോക്ടർ തോമസ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 100 കുട്ടികൾക്ക് സൗജന്യ IAS പരിശീലനവുമായി ഷീൻ ഇന്റർനാഷണൽ കോഴിക്കോട് ചാപ്റ്ററിന് തുടക്കം. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പദ്ധതി പ്രഖ്യാപനവും ആമോദ് ഏവർകോവിൽ MLA നിർവഹിച്ചു. കോർപ്പറേഷൻ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ, കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അബു താഹിർ അഫ്സൽ, MD മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ സുഖൈർ ചുങ്കത്തറ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങളെ മൊമെന്റോ നൽകി ആദരിച്ചു. 110 ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി. ഒമാനിൽ ആദ്യമായി വെൽനസ് ഇ-കൊമേഴ്സ് ആപ്പ് അവതരിപ്പിച്ച് അവിസൻ ഫാർമസി. ആരോഗ്യ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സേവനമാണ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത്. മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ അതർ ഹെൽത്ത് എൻഡോവ്മെന്റ് ഫൗണ്ടേഷൻ CEO ഹിലാൽ അൽ സർമി അവിസൻ ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ഒമാനിലെ രണ്ടാമത്തെ വലിയ റീറ്റെയിൽ ഫാർമസി ശൃംഖലയായ അവിസൺ ആരോഗ്യ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സേവനമായ അവിസൺ ആപ്പാണ് പുതുതായി അവതരിപ്പിച്ചത്. മസ്കത്തിൽ നടന്ന ചടങ്ങിൽ അതർ ഹെൽത്ത് എൻഡോവ്മെന്റ് ഫൗണ്ടേഷൻ CEO ഹിലാൽ അൽ സർമി ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. അവിസൺ ഗ്രൂപ്പ് ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് മുഹമ്മദ് അലി അൽ ഗഫ്രി, മാനേജിംഗ് ഡയറക്ടർ നിസാർ എടുത്തും ജാലിൽ, ഡയറക്ടർ സക്രിയ ചെറുകുന്നോൻ, ജനറൽ മാനേജർ വിനു, ബ്രാൻഡ് മാനേജർ യാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇ-കൊമേഴ്സ് എക്സിക്യൂട്ടീവുമാരായ ആനന്ദ്, നൌഷാദ് എന്നിവർ ആപ്പ് പരിചയപ്പെടുത്തി. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ വേഗത്തിലും വിശ്വാസ്യതയോടെയും സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് ആപ്പ് പ്രവർത്തിക്കുക. മെഡിക്കൽ പ്രാക്ടീഷണറുടെ കുറിപ്പ് ആവശ്യമില്ലാതെ ഉൽപ്പന്നങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാവുമെന്നും അവിസൺ അധികൃതർ പറഞ്ഞു. ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഓൺലൈനിൽ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അവർ കയ്യിലേക്ക് എത്തുന്നത് വ്യക്തമായ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ അല്ല കൗണ്ടർഫെയ്റ്റ് പ്രോഡക്റ്റ് ആണോ എന്നുള്ള ഒരു പ്രശ്നം കസ്റ്റമറുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ 40+ ഔട്ട്ലെറ്റിൽ നിന്ന് 100% ഒറിജിനൽ സോഴ്സിൽ നിന്നും പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എല്ലാ റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് കസ്റ്റമറെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. സ്കിൻ കെയർ, ബേബി കെയർ, പേഴ്സണൽ കെയർ, പോഷകപാനീയങ്ങൾ തുടങ്ങിയവയെല്ലാം ആപ്പ് വഴി ഓർഡർ ചെയ്യാം. ആപ്പിൾ, പ്ലേ സ്റ്റോർ പ്ലാറ്റ്ഫോമുകളിലും വെബ്സൈറ്റ് വഴിയും ആപ്പ് ലഭ്യമാകും. ഓൺ ഡിമാൻഡ് ഡെലിവറി, തത്സമയ ഓർഡർ അപ്ഡേറ്റ്, ഓൺലൈൻ ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെൻറ്റുകൾ കൂടാതെ 20 കിലോമീറ്റർ പരിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിസൺ ഫാർമസികളിൽ നിന്ന് വേഗത്തിലുള്ള ഡെലിവറി എന്നിവയാണ് ആപ്പിൻ്റെ പ്രധാന സവിശേഷതകളെന്നും അവിസൺ അധികൃതർ കൂട്ടിച്ചേർത്തു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു വാലി ദീപാവലി 2025 ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ദീപാവലി പ്രമോഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നംകീൻ, മധുരപലഹാരങ്ങൾ, വസ്ത്രങ്ങൾ, ലൈറ്റുകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവുകൾ ലഭ്യമാണ്. ദീപാവലി ഷോപ്പിംഗ് അനുഭവം കൂടുതൽ ആകർഷകമാക്കാൻ ലുലു ഗിഫ്റ്റ് കാർഡും അവതരിപ്പിച്ചിട്ടുണ്ട്. കുവൈത്തിലെ എല്ലാ ലുലു ഔട്ട്ലെറ്റുകളും ദീപാവലി പ്രമേയമാക്കി മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന വേളയിൽ സാംസ്കാരിക പരിപാടികളും രംഗോലി മത്സരങ്ങളും നടന്നു. രംഗോലി മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.